ഹലോ ഗൈസ്. അപ്പം ഇന്ന് എൻ്റെ ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. പിന്നെ ഇതുമോ തന്ന ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റാണ് കേട്ടത്. കണ്ണൊക്കെ കട്ടി പേടിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം ആയപ്പോക്കിന് കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു. ഇന്നലെ ഓർക്കണം എന്നാണ് ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേ എന്ന്. മറ്റേ ബാഗ് എടുക്കുന്നു. അപ്പം ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആണ്, ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ എടുക്കാം, ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അതാ ഈ ബാഗും ഓളുണ്ടാക്കി തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അന്ന് നമ്മൾ കഴിഞ്ഞൊരു ഷോർട്സിൽ ഞാൻ കാണിച്ചില്ലേന്നോ, പിന്നെ ഓളെന്താ ഉണ്ടാക്കണതെന്ന് ഗസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ സാധനമുണ്ട്. അടിപൊളി ബാഗാണ്. ഇതിൽ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാം. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയിക്കോ പറ്റുമോ? പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ ബാഗുകൾ വേറെ എനിക്ക് ഉണ്ടാക്കി തരും അല്ലേ. പിന്നെ എന്തോ കാണിച്ചു ഇത് ചങ്കിയാണ്. ഇത് ഓളെ സ്നേഹം എനിക്ക് തന്നതാണ്. ഓള് ഹാർട്ട് ഷേപ്പിലാക്കിയിട്ട് പിന്നെ ഓളെ തലയിൽ കണ്ടു, അത് ഓളുണ്ടാക്കിയതാണ്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോ കാണിച്ചിന്. അപ്പം ഇതൊക്കെയാണ് ഇതുമ്മൂൻ്റെ ഗിഫ്റ്റ്. അപ്പോൾ ഇതുമ്മൂൻ്റെ വക ഗിഫ്റ്റ് കിട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വക ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വക ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് ഫ്രീ ആണ്. ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കില്ല, ഒരു പണി എടുക്കില്ല, ഒന്നും ചെയ്യില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കൊണ്ടു നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇത് റിക്വസ്റ്റ് അല്ല, ഇതാണ് റിക്വസ്റ്റ്. ഇത് നമുക്ക് ഇന്ന് ചപ്പാത്തി മതിയായിരുന്നു. അപ്പോൾ ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതിക്കുള്ള കറിയാണ്. ഇന്ന് ഫുള്ള് ഞാൻ ഫ്രീ ആണ്. ഇതിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ ഇന്ന് അടുക്കളയിൽ കയറൂല എന്നാണ് പറഞ്ഞത്. ഫുള്ളായിട്ടില്ല, ചിലപ്പോൾ എന്താ ചിക്കനൊക്കെ കൊണ്ടുണ്ട്. ചിക്കന് കയറേണ്ടി വരും, ചിക്കൻ ഉണ്ടാക്കാൻ കയറേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫുഡ് ചായ ഉണ്ടാക്കാം. അപ്പോൾ അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ കട്ടൻ ചായ മാത്രമാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തി പിന്നെ വേവിച്ച ചപ്പാത്തിയാണ് കേട്ടോ. ഞാൻ മമ്മതേന്ന് ചപ്പാത്തീൻ്റെ പേക്ക് വാങ്ങാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കറി നല്ല മീൻ കറിയും ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ അവിടെ നല്ല അടിപൊളി കറിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെയാണ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൂപ്പര് ഇവിടെ അടുത്തുള്ള ഏതൊരു കടയിൽ നിന്ന് ചപ്പാത്തിയും കറിയും വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി ഇവിടെ കൊണ്ടുവച്ചപ്പോക്കിന് ഇതുമ്പോൾ പ്ലേറ്റും കറിയൊക്കെ ആയിട്ട് വന്നു. കറിയും രണ്ടും കൂടി പിടിച്ചപ്പോൾ കൈ ചെറുതായിട്ടുള്ള പുള്ളിയിട്ടുണ്ട്. പക്ഷേ ഉള്ളത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും മൂപ്പർക്ക് തന്നെ ഇഷ്ടമായില്ല കറി. പറയുന്നുണ്ട് ഉപ്പ് കൂടിയാണ്, കറിയാണെങ്കിൽ ഒരു തിക്കില്ല, ഒരു വെള്ളം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മമതേന്ന് വാങ്ങുകയാണ് നല്ലത്. അവിടുന്ന് ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് സംശയിക്കേണ്ട ആവശ്യമില്ലത്. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അവിടുത്തെ മീൻകറിയൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ വേഗം എളുപ്പത്തിന് വേണ്ടി ഇവിടെ എന്താണ് വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, ഓലപ്പം കുടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ചതാ നല്ല ബദാമും അത്തിപ്പഴമൊക്കെ എടുത്തിട്ടാണ് കഴിക്കണത് കേട്ടോ. ഇന്നങ്ങോട്ട് ഒരു ഹെൽത്തി ആയിട്ട് മൂടൊക്കെ വന്നിട്ടുണ്ട്. നോക്കട്ടെ ഇവിടെ ഒറ്റ പോകുന്നു. അപ്പോൾ ഏതായാലും ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഉമ്മയും തുത്തൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് ഓൺ വോയിസ് ആട്ടോ. അപ്പോൾ ഇഞ്ചി പാടുന്നതൊക്കെ ഞാൻ ഇടുവേ. വല്ലാത്തൊരു ചെയ്തായി പോയത്. ഒന്നുകൂടി പാടുന്നാല് ഒരു രസത്തില്. പണി എത്തമ്മ ഞാൻ ഇന്ന് നന്നാവാന് വിചാരിച്ചു കാട്ടി ഞാൻ നേരത്തെ നീച്ചതാണ്. നിങ്ങൾ ഇന്നെങ്ങനെ ചടപ്പിച്ചത്. ഞാൻ ഇതൊക്കെ വോയിസ് ഇതിലിടുവേ. ഞാൻ നല്ല കുട്ടികളാണ് നേരത്തേക്ക് നീച്ച്. തുത്തു മുണ്ടണില്ലമ്മ. തുത്തു എന്തെങ്കിലും സംസാരിക്കും. തുത്തോ എന്ത് മിണ്ടിയാലും അതേമാതിരി ഓളോള് വീഡിയോയിലിടും. അളയാക്കൊക്കെ ഒന്ന് എത്തു പറയാതെ നടക്കുന്നത്, വർത്താനം പറയാതെ. നിങ്ങൾ ഉണ്ടാക്കണ്ട, മകൾ പറഞ്ഞോളൂ. ഇല്ല കിട്ടിയില്ല.
അത് കിട്ടിയില്ല. ഇന്നത്തെ ചായക്കടിമാ ചായക്കത്ത കടി പിന്നെ തുത്തത്തെ ഉണ്ടാക്കിയ തുത്തോ? ഓഹോ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം ഇപ്പം കൂടിയും ഞങ്ങളെ വീഡിയോ കോളിൽ ചേർന്ന് കിട്ടോ. കാരണം ബർത്ത്ഡേ ആയതുകൊണ്ട് എന്നോട് ആ ഒരു എന്താ പറയുക വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വന്നതാണ്. പിന്നെ കുറേ നേരം ഞങ്ങൾ ഇപ്പാനായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം നീണ്ടു നിന്ന ഒരു വീഡിയോ കോളായിരുന്നു. നല്ല രസമാണ് ഈ ഒരു ടൈം. ഇന്ന് വൈകുന്നേരം വിളിക്കാനുള്ളത് ഞങ്ങൾ രാവിലെ വിളിച്ചു. നേരത്തെ ഞാൻ എണീറ്റിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇമ്മ ഇതുവരെ വിളിക്കാഞ്ഞിട്ട്. പിന്നെ തുത്ത് വിളിച്ചപ്പോൾ ഞാൻ അമ്മാനും കൂടി ആഡ് ചെയ്ത് പിന്നെ ഇപ്പം ആഡ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള കുറച്ച് നേരമായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഞാൻ ഈ സംസാരിച്ചതും കാര്യങ്ങളൊക്കെ ഇട്ടോ. കഴിഞ്ഞിട്ട് പിന്നെ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ ഞാൻ മുകൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോന്നു. അപ്പം കാരണം ഞാൻ ഇപ്പോഴും ഇമ്മ വാങ്ങി തന്ന ഡ്രസ്സ് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് ചെയ്യാം, രാത്രി ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ടും ഉണ്ടാവില്ല, ഇടിയും മഴയൊക്കെ ആകുമ്പോൾ കറണ്ടും ഉണ്ടാവില്ല. അങ്ങനെ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ മോൾക്ക് ഒന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇപ്പോൾ ഞാൻ ഈ മോൾക്ക് വന്നതാണ് കേട്ടോ. കുറച്ച് സ്റ്റിച്ച് ചെയ്യാണ്ട് ഉമ്മ വാങ്ങി തന്ന ക്ലോത്ത് ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യണം വെയിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നതാണ്. ലാസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അത് അവിടെ അയച്ചുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ അതും നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ക്ലോത്ത്. ഇത് ഞാനൊരു ഷോർട്സിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഭാഗങ്ങളൊക്കെ. ഏകദേശം പകുതി മുക്കാൽ ഭാഗമായി. നീ കുറച്ചും കൂടി തയ്ക്കാണ്ട് ഒരു ഫിലിമൊക്കെ കണ്ട് ഇങ്ങനെ വെള്ളം ഒക്കെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടാണ് ഞാൻ കയറിയത്. ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കാനില്ലാത്തത് കൊണ്ട് വേറെ പരിപാടി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ ഇനിയിപ്പോൾ ലഞ്ചും നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരില്ല. ഇന്നലെ മോളൂൻ്റെ ഹസ്ബൻഡ് ഓൻ്റെ പിന്നെ സ്ഥാപനത്തിൽ ഇവിടെ അരീക്കോട്ടുള്ള സ്ഥാപനത്തിൽ ഒരു സെൻറ്റ് ഓഫ് ആയിരുന്നു. അപ്പോൾ അവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമൂന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാത്രി അത് ഞങ്ങൾ അധികം ഒന്നും കഴിച്ചില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആക്കാൻ കരുതി. ഞാൻ ശരിക്കും മന്തി വാങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ ബിരിയാണിനേക്കാളും ഇഷ്ടം മന്തിയാണ് കേട്ടോ. ബിരിയാണി ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ ഞാൻ മന്തി വാങ്ങാം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പ്ലാണ് ഇപ്പം ചോറ് ഉണ്ട്. ഇനിയിപ്പോൾ അധികം ചിക്കൻ പൊരിക്കുക എന്തെങ്കിലും മസാല കുറച്ചുള്ളൂ. അപ്പം ചിക്കൻ പൊരിക്കുക ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാനിതാ 8 ഡ്രസ്സ് ഉണ്ടോ ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് സ്റ്റിച്ച് ചെയ്തതായിട്ടൊന്ന് ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ബർത്ത്ഡേക്ക് അല്ലേ, അപ്പോൾ നമുക്ക് പുതിയ ഒരു ഫ്രഷ് ഫീലൊക്കെ കിട്ടാൻ ഞാൻ കാണിക്കാൻ കണ്ണടിയിൽ ഫ്രഷ് ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഇതൊരു പ്ലെയിൻ ക്ലോത്ത് ചെയ്യുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു കട്ട് പീസൊക്കെ വെച്ച് മുൻഭാഗത്തും ചെസ്റ്റിൻ്റെ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ ഒരു പീസ് വെച്ച് നമ്മൾ അടിപൊളിയാക്കി എടുത്തതാണ് കേട്ടോ. ബൈക്കൊരു ബ്ലൂ കളർ പാൻറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ അവർ പുതിയ ഡ്രസ്സ് ഇട്ടപ്പോൾ തന്നെ എനിക്കൊരു എന്താ പറയുക അറിയാമല്ലോ, നമുക്കൊരു പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ചും ഡ്രസ്സിനോടാണ് ഭയങ്കര കൂടുതൽ ഇഷ്ടം കേട്ടോ. കുറച്ച് ഒരു പൊന്ന് വാങ്ങി തന്നാൽ എനിക്ക് അത്ര വലിയ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി തന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഇന്നെൻ്റെ ഒരു ഹാപ്പിനെസ്. അപ്പോൾ അത് കുറച്ചുകൂടി തയ്ക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് താഴേക്ക് പോവാം. ചിക്കൻ കൊണ്ടുവച്ചിട്ടുള്ളൂ ഫ്രിഡ്ജിൽ. അതൊക്കെ സെറ്റാക്കാനും റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തയ്ക്കട്ടെ കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അന്ന് ചെറിയ കുട്ടികളെ മാതിരി ബർത്ത്ഡേ ആയപ്പോഴും ബർത്ത്ഡേ ഇങ്ങനെ നടക്കണ പണിയാണ് എനിക്ക്. കുട്ടി ഇന്നലെ വന്നീനി. അവർ വൈകുന്നേരം ഒരു 5:30 വന്ന് കണ്ട് രാത്രി പോയി. കണ്ടിട്ട് അത് ഇവിടുന്നപ്പാ ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. ചായ ഉണ്ടാക്കാം. നമ്മൾ ചായ ഉണ്ടാക്കി. ഇത് എനിക്ക്, ഇത് ആ പാപ്പാക്ക്, ബാക്കിയുള്ളത് ഇത് മുന്നേ. അമ്മ കുഞ്ഞി കഞ്ഞിയാ. പാപ്പാക്ക് എടുത്താ പാപ്പാൻ്റെ ചായ എടുത്ത് നടക്ക്. ആരെ ചായ കൊണ്ടുവന്ന് തരുന്ന നോക്കിങ്ങള്.
ഓർമ്മക്കുക ഞാൻ എടുക്കണില്ല. അപ്പോൾ അപ്പാപ്പാക്ക് ഒരു ചായ ഉണ്ടാക്കി എടുത്തു. പിന്നെ ഞാൻ ഈ ഒരു കപ്പിലാട്ടോ കുടിക്കും. എനിക്കിത് ഈ കപ്പിൽ കുടിച്ചാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു കപ്പ് ചായ ഉണ്ടാക്കി. പിന്നെ എന്താ പറയുക, അപ്പാപ്പ കട്ട്ലറ്റ് കൊണ്ടുവന്നതുകൊണ്ട് പിന്നെ വേറെ കടിയൊന്നും കൊടുത്തിട്ടില്ല. മൂപ്പർക്കും അതന്നെ, ഞാനും മൂപ്പരൊക്കെ അതന്നെയാണ് കഴിച്ചത്. ഇനിയിപ്പോൾ പള്ളിയിൽ പോകണമുണ്ട്. 12 മണിയായി. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ചത്തെ ദിവസത്താണ്. അപ്പം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്. ഇതാ എൻ്റെ ഹസ്ബൻഡും ഓക്കെ മൂപ്പരൊക്കെ അതാ അതിന് വേണ്ടിയിട്ട് വന്നതാട്ടോ. ഇവിടെ മഹലിലാണ് പോവാം. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ചായ കുടിച്ച ശേഷം വേഗം ഇറങ്ങി. 12 മണിയായപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടോ മൂപ്പര്. അപ്പോൾ നല്ല അടിപൊളി തൊപ്പിയൊക്കെ ഇട്ട് കാട്ട് അഡിഡാസിൻ്റെ തൊപ്പിട്ട പോയി നോക്ക്. പീടിയ ചിലപ്പോൾ അടക്കും. ഓള് അഡിഡാസിൻ്റെ വണ്ടി ഇറങ്ങി. ഓള് സൈക്കിൾ മേലാ പാപ്പാ. ആ ഇതുമൂന്ന് കടയ്ക്ക് പറഞ്ഞയച്ചതാട്ടോ. ഒന്ന് തൈരും പാൽ അങ്ങനെ 1-2 സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിന് പറഞ്ഞയച്ചതാണ്. ആ നേരം ഞങ്ങൾ രണ്ടാളും പിന്നെ ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ എനിക്കൊരു ഹാപ്പി ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ. ഇതുവരെ ആയിട്ട് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഏതായാലും മൂപ്പരും പള്ളിക്കൊക്കെ പോയി. അപ്പോൾ അതാ ഇതുമ്മു കടയിൽ നിന്ന് വന്നു. അപ്പോക്കിന് തന്നെ എന്തൊക്കെയാണ് വാങ്ങിയത്? 35 റുപ്യ കടലായി. അയിലിച്ച് തൃപ്തിട്ടില്ല. 30 റുപ്യ കടലായി. ഇതിനെത്ര? അതിനെത്ര? ഇതിന് 3, ഇതിന് 2. അപ്പം ഇതിപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ കണക്കിലില്ലല്ലോ. ഞാനോട് തൈരും പപ്പടും പിന്നെ കടലയല്ലേ പറയുന്നത്. എന്നിട്ട് ഇത് 35, ഇത് എത്ര? 30, അപ്പോൾ 65. 35 റുപ്യ കടല വാങ്ങണം. എന്താ എനിക്ക് തൃപ്തി ആവാത്ത? മുട്ട വാങ്ങാൻ വേണ്ടി എങ്ങനെയുണ്ട് നമുക്ക് കടല തിന്നാം. അങ്ങനെ കടലത്തീറ്റയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അതാ കിച്ചണിക്ക് എത്തിയത് കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ കൊണ്ടുവന്ന ചിക്കന് കഴുകി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറിയതായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് മസാലയൊക്കെ വരട്ടി വെക്കാം. ബിരിയാണി ഉണ്ട്, അപ്പോൾ അതിലേക്ക് ജസ്റ്റ് പൊരിച്ചെടുക്കാമെന്ന് കരുതി. പിന്നെ വേഗത വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കൂടുതൽ പച്ചമുളകും കറിവേപ്പിലൊക്കെ മിക്സ് നല്ലോണം അരച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്തത് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സിനിമ കാണാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇട്ട സിനിമയാണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതും കൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പണികളൊക്കെ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഇന്ന് ഫുൾ എൻജോയ്മെൻറ്റ്. എനിക്ക് എന്താ പറയുക, നമ്മളൊരു ഡേ അല്ലേ ഇന്ന്, അപ്പോൾ നമ്മൾ അത്രയും സന്തോഷിക്കണമല്ലോ അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ ബർത്ത്ഡേ ആകുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഫുള്ള് എൻജോയ് മൂഡിലായിരിക്കും. അപ്പോൾ ഒരു നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഫിലിം കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനതൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫിലിമൊക്കെ ഇട്ടിച്ചിട്ടാണ് ഇങ്ങനെ കണ്ട് ഒരു എന്താ പറയുക റിലാക്സ് മൂഡിലായിട്ട് നടക്കുന്നത്. ഇത് ഫുഡ് തന്നെ നമുക്ക് ഇന്നലെ ചോറുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ചോറും പുറത്തുനിന്ന് കൊണ്ടുവരിപ്പിക്കാൻ തന്നെയാണ് വിചാരിച്ചത്. പിന്നെ ആ പപ്പടം ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഇത് മുന്നോട്ട് ഇപ്പോൾ കൊണ്ടുവരിച്ച പപ്പടമാണ് കേട്ടോ. അപ്പോൾ അത് വേഗം ഞങ്ങൾക്കുള്ളതൊക്കെ പൊരിച്ചെടുത്തു. മൂപ്പര് വരാനായപ്പോഴാണ്, പള്ളിക്കുന്ന ഏകദേശം വരാനായ ടൈം ആയപ്പോഴാണ് ഞാനിതൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ പപ്പടം പൊരിച്ച ചട്ടിക്ക് ഇതാ ചിക്കനും ഇട്ടിട്ടുണ്ട്. നമുക്ക് മാത്രം ആവശ്യമുള്ളത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിക്ക് വെച്ചു. ഇന്ന് വൈകുന്നേരം നീനൂട്ടി വരും കേട്ടോ. ഓക്ക് 2 ദിവസം നാളെയും മറ്റന്നാളാണ് ലീവ്. അപ്പോൾ ഓക്കുള്ളതൊക്കെ ഇനി അപ്പം രാത്രി കഴിക്കുമ്പോൾ അപ്പം പൊരിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഏതായാലും ഞങ്ങളിതൊക്കെ പൊരിച്ച് സെറ്റാക്കിയപ്പോൾ മൂപ്പര് വന്ന പാടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അതിന് മുന്നേ ഞാനും ഇതുമൊക്കെ അതിന് മുന്നേ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പിന്നെ ആ ചോറും ഒക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മൂപ്പര് വന്നത്. പിന്നെ മൂപ്പര് കൂടി വിളമ്പി കൊടുത്തത്. ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇരുത്തുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ തൈരും പപ്പടും ബിരിയാണിയൊക്കെ കൂട്ടി പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡുണ്ട്. അപ്പോൾ ഇതുമ്പോൾ പറയാം, എന്നും ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേ ആവുകയാണ് നല്ലത് എന്ന്, ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടാവുക നല്ലതെന്നൊക്കെ. എന്താ സാധനം അല്ലേ? അങ്ങനെ ഏതായാലും ഫുഡ് അടിച്ച് കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊക്കെ ജസ്റ്റ് കഴുകിയൊക്കെ വെച്ച്
ഇനി ഒരു ഉറക്കത്തിനുള്ള മൂഡാണ്. ഇതാ മൂപ്പരുടെ ഫോണും കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് എപ്പോഴും ഒരു ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ അയക്കണം കേട്ടോ. പണികളൊക്കെ കഴിയുമ്പോൾ ചൂടൊക്കെ ആയിട്ട് എന്താ അറിയില്ല, ഉറങ്ങിയപ്പോൾ പകലുറക്കം ഒരു ശീലമായി വരുന്നുണ്ട്. ഏതായാലും ഞാൻ കുറച്ച് നേരം കടന്നു. അപ്പോൾ തുത്തൊന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ എണീറ്റ് ഓക്കും ഉറക്കം വന്നപ്പോൾ ഫോൺ കട്ട് ചെയ്ത് പോയിട്ടോ. അതിൽ അവിടെ വന്നപ്പോൾ മഴ പെയ്യാനുള്ള ഒരു സംഭവമായിട്ടോ. നല്ല മഴക്കാർ മൂടിയിട്ടുണ്ട്, കാറ്റുണ്ട്, മഴ പാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുമ്പോൾ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. ഈ മഴ എല്ലാവർക്കും ഇഷ്ടമല്ലേ, അതൊരു വേറൊരു വൈബ് തന്നെ. അപ്പോൾ അതാ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇതും അവിടെ കടന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുക്കള ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നല്ല മഴയൊക്കെ. ഞങ്ങളെ ഷീറ്റുമൊക്കെ ഇങ്ങനെ വെള്ളം വീണിട്ടാണ് ഇത്ര സൗണ്ട് കിട്ടുക. ഭയങ്കര സൗണ്ടാണ്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാൽ പുറത്തത്തെ ഒരു കാര്യം അറിയില്ല. മഴ പെയ്യുമ്പോൾ ചുറ്റുഭാഗം ഷീറ്റ് ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതായാലും മഴ പെയ്തപ്പോൾ നല്ലൊരു ചായ ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഇതുമ്പോൾ പോയതാ നല്ലൊരു രാവിലെ പോയപ്പം പിന്നെ കടലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കടല മതി, ബേക്കറി കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ബേക്കറി നിർബന്ധം. അങ്ങനെ ബേക്കറി കൊണ്ട് ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കിയത് അവിടെ മഴ ആസ്വദിച്ച് അങ്ങനെ കണ്ട് കഴിച്ച് ചായ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ മഴ കാണാൻ അറിയണത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലേ. വെറുതെ ചുമ്മാ അധികം നോക്കി ഇങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നല്ല റിലാക്സ് ആയിട്ട് ആ മഴയും പെയ്യണ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പം അല്ലെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ആലോചിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഏതായാലും ആ ഒരു മൂഡിൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ മൂപ്പരും പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നുണ്ട്. ഈ സാധനം ഈ കൊള്ളി നല്ല രസമാണ് കഴിക്കാൻ. കടലപ്പൊടി കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ട്. അധികം കഴിച്ചാൽ നമുക്ക് പണി കിട്ടും. ഇങ്ങനെ ചിലപ്പോൾ എനിക്ക് കടലപ്പൊടി വയറിന് പെട്ടെന്ന് ഗ്യാസ് കയറും കേട്ടോ. അപ്പോൾ ഞാൻ അധികം കഴിക്കില്ല. അങ്ങനെ ഇതാ 1-2 എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നല്ല ചൂടുള്ള ചായ ഉണ്ട്. പുറത്തേക്ക് മഴയൊക്കെ നോക്കി ഇങ്ങനെ ചായ കുടിച്ച് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അധികം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മിനിറ്റ് ഒരു 7 മിനിറ്റ് ആയപ്പം ഒരു 7 ആയപ്പോൾ വന്നിട്ട് ഇതാ എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ കിട്ടിപ്പഴതാ അത് പൊളിച്ച് നോക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇതുമുൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ഞാനിതാ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. പിന്നെ എത്ര തൊലിച്ചിട്ട് കിട്ടണില്ല. തിരക്ക് അത് നമുക്ക് കാണാനുള്ള ആക്രാന്തം കൊണ്ട് തൊലിച്ചിട്ട് കിട്ടണില്ല. അപ്പം പിന്നെ മോളും തുത്തും എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. തുത്തും ഇങ്ങോട്ട് ഓർഡർ ചെയ്ത് കേട്ടോ. അരി കൊടുക്ക് ഇങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓളത് എത്തിയിട്ടില്ല. അവൾ വിചാരിച്ചത് 8-ാം തീയതി എത്തുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഓൾതും എത്താനുണ്ട്. ഏതായാലും അതൊക്കെ എത്തിയിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ കിട്ടിയത് കാണിച്ചതാട്ടോ. മോളും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടോ അങ്ങനെ ഇടേണ്ട അവരുടെയൊക്കെ ഗിഫ്റ്റ് എന്താണെന്ന്. ഏതായാലും നീനുട്ടിൻ്റെ ഗിഫ്റ്റ് ഇതാ ഈ ഒരു ഹെഡ്സെറ്റ് ആയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഹെഡ്സെറ്റ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണല്ലോ. നിങ്ങൾക്ക് അറിയണതല്ലേ, എപ്പോഴും വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുന്നതല്ലേ. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് മോളുവിൻ്റെ വക എനിക്കൊരു ഹെഡ്സെറ്റിന് ഒരു ബ്ലൂ കളറിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ്സെറ്റ് ഓള് വാങ്ങി തന്നതാട്ടോ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് പൊട്ടിപ്പോയി. അപ്പം പിന്നെ ഒന്ന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. 2 ഉണ്ടാവും. അപ്പോൾ ഒന്ന് നല്ലോണം പൊട്ടി തൂഫാനായിക്കണ്. പിന്നെ ഇപ്പം മറ്റേ ഒന്ന് ഞാൻ അങ്ങനെ ഉപയോഗിക്കലാണ്. അപ്പോൾ അത് നീനുവിനെ അറിയാം. അപ്പോൾ അത് മോളിന് ഇപ്രാവശ്യം ഇനിയിപ്പോൾ ഹെഡ്സെറ്റിനെ വാങ്ങി തരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓള് വാങ്ങി തരുന്നത്. സത്യമായിട്ട് വാങ്ങാൻ പോയതല്ല ഞാൻ. ജത്തും വാങ്ങാൻ പോയി നീനു. ഞാൻ ഇങ്ങനെ ഒരു എന്താ ഫ്രെയിം അല്ലെങ്കിൽ അങ്ങനെ വാങ്ങാൻ പോയതാണ്. അവിടെ ഒരു ദിവസം മുന്നേ പറയണം പോയിട്ടാണ്. അപ്പൊ ഇങ്ങനെ നിലത്തിക്കിടല്ലേ ഇതിനൊരു കുപ്പായ ഉണ്ടാക്കണ്ട നീമോ. പോയി കഴിഞ്ഞാൽ സാധനം ഇതിനെന്തൊക്കെയോ ഒരു ആപ്പിനെ കയറ്റണം. നല്ല അടിപൊളി സാധനം. ചെവി വെക്കട്ടെ. അല്ല ഗുസ്, നീ എൻ്റെ വൈറ്റേ കാണുള്ളൂ. ബ്ലൂ
ഗിഫ്റ്റൊക്കെ തന്ന് ഇതാ അവിടെ ആൾ നല്ല ഉറക്കമാണ്. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഓക്ക് ഞാൻ പിന്നെ ഗീ റൈസും ചിക്കൻ പിന്നെ നമ്മൾ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കൊടുത്തു. കാരണം ഓക്ക് ഇനിയിപ്പോൾ തലേന്നത്തെ ചോറ് കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് ഗീ റൈസ് വെച്ചു. പിന്നെ കറിയായിട്ട് ഞാൻ മുട്ട റോസ്റ്റും ഉണ്ടാക്കി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ ഇടി മഴയൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ കറണ്ട് വരിക പോവുക അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അധികം വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഏതായാലും ഓളം ഉറങ്ങി. പിന്നെ ഞാൻ എൻ്റെ പത്രങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകിയതാ മുടിയൊക്കെ ഒന്ന് മുകൾക്ക് കെട്ടി കിടക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ഞാൻ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഇനി ഗിഫ്റ്റുകൾ കിട്ടാനുണ്ട്. എത്തുൻ്റെതും മോളൂൻ്റെ ഒക്കെ കിട്ടിയിട്ട് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ടോ ഷോർട്സിലൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ലക്കിയാണ്. എല്ലാവരും സ്നേഹവും പിന്നെ വിഷയന്തും ഒക്കെ എനിക്ക് കിട്ടിയതിനൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിലൂടെ മാത്രം അറിയുന്ന ഫ്രണ്ട്സുകളൊക്കെ എനിക്ക് വിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ട്. ബൈ ബൈ.